ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എവിടെയൊക്കെയാണ് എ ഉപയോഗിച്ച് പറയേണ്ടത്, എവിടെയൊക്കെയാണ് ആൻ ഉപയോഗിക്കേണ്ടത്, ദ, ദി എപ്പോഴൊക്കെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സെൻറ്റൻസിൽ ദ ഉപയോഗിക്കാം എന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം എ, ആൻ ഇവയെക്കുറിച്ച് മനസ്സിലാക്കാം. മലയാളത്തിൽ ഒരു എന്ന അർത്ഥം വരുന്നതാണ് എ, ആൻ. ഇവയെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗേൾ, എ ക്വസ്റ്റ്യൻ, ഒരു പെൺകുട്ടി, ഒരു ചോദ്യം. അപ്പോൾ എന്ത് ചോദ്യമാണ്? ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? എ ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി. ഏത് പെൺകുട്ടിയാണ്? ഇങ്ങനെ ഒന്നും ഒരു വ്യക്തതയില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി എവിടേക്കാണ് എ, ആൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വോവൽസിൻ്റെ മുമ്പിലായിട്ടാണ് ആൻ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഈ വോവൽസ്? എ, ഇ, ഐ, ഒ, യു ഇവയൊക്കെയാണ് വോവൽസ് എന്ന് വിളിക്കുന്നത്. എല്ലാ വോവൽസിൻ്റെ മുമ്പിലും ആൻ എന്നാണോ വരുന്നത്? അല്ല. ചില വോവൽസിൻ്റെ മുമ്പിലായി എ എന്നും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് എ, ഇ, ഐ, ഒ, യു എന്നതിന് പകരം ഇതിൽ വന്നിരിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ എ എന്നുള്ളത് അ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇ എന്നുള്ളത് എ, ഐ, ഇ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഒ, ഒ എന്നുള്ള സൗണ്ട് തന്നെയാണ്. യു എന്നുള്ളത് ഉ, ആ എന്നുള്ള സൗണ്ടായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ, ഇ, ഐ, ഒ, യു എന്നതിനോടൊപ്പം ആ, എ, ഇ, ഒ, ഉ, ആ ഇങ്ങനെ വോവൽസിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് അനുസരിച്ചാണ് വോവൽസിന് മുമ്പിലായി ആൻ ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഏതിൻ്റെ മുമ്പിലാണ് ചേർക്കുന്നത്? കോൺസണൻസിൻ്റെ മുമ്പിലായിട്ടാണ് എ ചേർക്കുന്നത്. എന്താണ് ഈ കോൺസണൻസ്? വ്യഞ്ജനാക്ഷരങ്ങളെയാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എക്സാമ്പിൾസ് നോക്കൂ. ആൻ, ആപ്പിൾ. ആപ്പിൾ സ്റ്റാർട്ടിംഗ് സൗണ്ട് ആ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ആൻ എന്ന് മുമ്പിലായി വന്നിരിക്കുന്നത്. ആൻ എഗ്. അപ്പോൾ ഈയുടെ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഏതാ? എ. ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇവിടെ ഐ എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഇ, ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ടാണ് അവിടെ ആൻ എന്ന് മുമ്പിൽ വന്നിരിക്കുന്നത്. ആൻ അവർ. എച്ച് എന്നുള്ളത് സൈലൻ്റ് ആണ്. ആൻ അവർ. അതുകൊണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത്. ആൻ അപ്സ്റ്റേഴ്സ്. അതിൻ്റെ സൗണ്ട് ഏതാ? ആ, അപ്സ്റ്റെയർ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ആൻ അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എ എന്നുള്ളത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കൺസണൻസിൻ്റെ കൂടെ വരുമ്പോൾ, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ. എ ബേർഡ്, എ ബോൾ, എ യൂണിവേഴ്സിറ്റി. അപ്പോൾ ചിലർക്ക് ഡൗട്ട് വന്നേക്കാം, യു എന്നുള്ളത് വോവൽസ് അല്ലേ, അതെന്താ അതിന് മുമ്പിലായിട്ട് ആൻ വരാത്തത് എന്ന്. യു എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഉ, ആ എന്നൊക്കെ ആവുമ്പോഴാണ് ആൻ എന്ന് മുമ്പിലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് യു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എ എന്ന് മുമ്പിലായി വന്നിരിക്കുന്നത്. എ യൂണിഫോം, എ ഗോട്ട്, എ പെൻ. ഇനി കുറച്ച് എക്സാമ്പിൾസ് സെൻറ്റൻസിലൂടെ കാണാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. എ മദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ എവരി വൺസ് ലൈഫ്. എ മദർ. എം എന്നുള്ളത് കോൺസണൻസ് ആണ്. അതുകൊണ്ടാണ് അതിന് മുമ്പിലായിട്ട് എ മദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, ഇ ഇമ്പോർട്ടൻറ്റ്, ഇ എന്നുള്ള സൗണ്ട് ഉള്ളത് കൊണ്ട് ആൻ മുമ്പിലായി വന്നു. ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ എവരി വൺസ് ലൈഫ്. അമ്മ എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ദേ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് നിയർ ദ ബീച്ച്. ബീച്ചിനടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് അവർ താമസിക്കുന്നത്. ഹീ ഈസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. അവൻ സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. ആൻ ഹോണസ്റ്റ് എന്നല്ല ഇവിടെ പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നത്. ആൻ ഓണസ്റ്റ്. ഓ എന്നാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് സൗണ്ടേ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻ റീഡിങ് എ ബുക്ക്. എ ബുക്ക്, ഒരു പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യം ഉണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ എ, ആൻ എവിടേക്ക് ഉപയോഗിക്കണം എന്നുള്ള ഡൗട്ട്സ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ദ, ദി എവിടെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്?
എപ്പോഴൊക്കെയാണ് സെൻറ്റൻസിൽ ദ ഉപയോഗിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാം. ദ എന്നുള്ളതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ കൃത്യതയും വ്യക്തതയും ഒരു സ്പെസിഫൈ ചെയ്ത് പറയാനാണ് ദ ഉപയോഗിക്കുന്നത്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ക്യാൻ യു പാസ് മീ ദ പേപ്പർ പ്ലീസ്? ക്യാൻ യു പാസ് മീ ദ പേപ്പർ പ്ലീസ്? എനിക്ക് ആ പേപ്പർ ഒന്ന് എടുത്തു തരാമോ? അപ്പോൾ ഇവിടെ പേപ്പർ എന്ന് വ്യക്തമാക്കി അവിടെ എംഫസൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ദ പേപ്പർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ക്ലീൻഡ് ദ ബാത്റൂം ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ബാത്റൂം വൃത്തിയാക്കി. അപ്പോൾ കുറേ റൂമുകളുണ്ട് വീടിനുള്ളിൽ അല്ലേ? പക്ഷേ ഏത് റൂമാണ് എന്ന് ഇവിടെ കൃത്യതയോടുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ബാത്റൂം. അതുകൊണ്ടാണ് അവിടെ ദ ബാത്റൂം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. ദി ആപ്പിൾ ഐ എയ്റ്റ് വാസ് സ്വീറ്റ്. ഞാൻ കഴിച്ച ആപ്പിൾ നല്ല മധുരമുള്ളതായിരുന്നു. ഇവിടെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്? ദി ആപ്പിൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, വോവൽസിൻ്റെ മുമ്പിലായിട്ടാണ് ദ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ദി എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ദ എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്. നെക്സ്റ്റ് എക്സാമ്പിൾ. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ദ മൂവി വാസ് വെരി നൈസ്. ആ മൂവി വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ദ ഉപയോഗിച്ചിരിക്കുന്നത്? മൂവി എന്നുള്ളത് രണ്ടാമതും പറഞ്ഞപ്പോഴാണ് അവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും പറയുമ്പോൾ ദ ഉപയോഗിച്ച് പറയാം. യുണീക്കായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കാം. ഹി ട്രാവൽഡ് അറൗണ്ട് ദ വേൾഡ്. അവൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതൊരു യുണീക്കായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദ ഉപയോഗിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രീൻ്റെ കൂടെയാണ്. അതായത് ദ ലോങ്ങസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ദ ബിഗ്ഗസ്റ്റ്. ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പായി ദ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ആയുഷ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ആയുഷ് ആ ക്ലാസ്സിലെ കുട്ടികളിൽ വെച്ച് ഉയരമുള്ള ആൺകുട്ടിയാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൂവി ഐ ഹാവ് സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറേ മൂവീസ് കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഇത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ്, ദ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ, എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ ദ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദി എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ. ഇവിടെ ദി എർത്ത് എന്നത് വോവൽസിലെ ഈ വന്നതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എർത്ത് എന്നുള്ളതും ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ദി എർത്ത്. ദ സൺ എന്ന് പറയാൻ കാരണം സൺ എന്നുള്ളത് ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ദ സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ദ എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ. ഐ സ്പോക്ക് ടു ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ എന്നത് സ്കൂളിൽ ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ടാണ് പ്രിൻസിപ്പളിൻ്റെ മുമ്പിലായിട്ട് ദ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ. ഐ ലൈക്ക് പ്ലേയിങ് ദ പിയാനോ. പിന്നെ എവിടെയൊക്കെയാണ് ദ ഉപയോഗിക്കുന്നത്? ഹോളി ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ, രാമായണ, ബൈബിൾ, ഖുറാൻ, ഇതൊക്കെ പറയുമ്പോൾ ദ രാമായണ, ദ ബൈബിൾ, ദ ഖുറാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ ദ ഉപയോഗിക്കാറില്ലെങ്കിൽ യൂണിയൻ ഓഫ് കൺട്രീസിനെ കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കാറുണ്ട്. ദ USA, ദ UAE, ദ UK, ദ സോവിയറ്റ് യൂണിയൻ, അവിടെയെല്ലാം ദ ഉപയോഗിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു ജോഗ്രഫിക്കൽ യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ദ ഗംഗാസ്, ദ നൈൽ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ നോർത്ത് പോൾ, ദ അറബ് സീ. പിന്നെ ഈ ആർട്ടിക്കിൾസ് എല്ലാം മലയാളത്തിൽ ഒരു ആ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യം ഉള്ളൂ. നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാതെയും പറയാം. ഫോർ എക്സാമ്പിൾ, ഡു യു ലൈക്ക് കോഫി? നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? ഇതിൽ ആർട്ടിക്കിൾസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട 3 ചോദ്യം. It is dash honor to meet him. Question number 2. I like dash watch you gifted me. Question number 3. I am
ഡാഷ് ഗ്രാജുവേറ്റ്? ഈ ക്വസ്റ്റിൻ്റെ എല്ലാം കറക്റ്റ് ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.